ഹായ് ഫ്രണ്ട്സ്, ആലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ സിമൻറ്റിൻ്റെ ചാക്കിൽ അതുപോലെ അരിച്ചാക്കിലൊക്കെ നമുക്ക് പച്ചക്കറികളുടെ തൈകൾ നട്ടുകൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ കളയണ്ട, ഇതൊക്കെ നമുക്ക് ഗ്രോ ബാഗായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഗ്രോ ബാഗൊക്കെ വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള സിമൻറ്റിൻ്റെ ചാക്ക് അതുപോലെ അരിച്ചാക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വെറുതെ കളയാതെ ഇതുപോലെ എടുത്തു വെക്കുക. എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഗ്രോ ബാഗ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിൽ കൃഷി ചെയ്യാം. അതിൻ്റെ മുമ്പും ഞാൻ ഈ സിമൻറ്റ് ചാക്ക് വെച്ച് ഗ്രോ ബാഗ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ കാണിച്ചിരുന്നു. നമുക്ക് കപ്പ നടാം, അതുപോലെ തന്നെ ഇഞ്ചി, മഞ്ഞൾ, എല്ലാ പച്ചക്കറികളും നമുക്കിതിൽ നടാട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ താഴ്ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ കൂട്ടി പിടിച്ച് കെട്ടിക്കൊടുക്കുക. ഞെറിഞ്ഞ് കൂട്ടി ഇതുപോലെ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് വെച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ കെട്ടിയതിന് ശേഷം ഇതിൻ്റെ ഈ പുറംഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് മറിച്ച് അതിൻ്റെ ഉൾഭാഗം പുറത്തേക്കാക്കുന്ന രീതിയിലാണ് ആക്കേണ്ടത്. അപ്പോൾ ഇതാ ഈ ഉൾഭാഗം വെള്ളയാണല്ലോ, അത് നമുക്ക് പുറത്തേക്കാക്കാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തു. ഇനി നമുക്കിത് റൗണ്ടായി കിട്ടും ഈ ഒരു രീതിയിൽ ചെയ്താൽ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഞാൻ നല്ലപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ ചാക്കിൽ മുളകിൻ്റെ തൈയാണ് കേട്ടോ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലോട്ട് ഉണങ്ങിയ കരിയിലകളൊക്കെ നിറച്ച് കൊടുക്കാം. ഞാൻ അപ്പോൾ ഇവിടെ ഒരു വാഴ വെട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഇലകളൊക്കെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഇതിലോട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും. അതുപോലെ തന്നെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഈർപ്പം ചെടികൾക്ക് കിട്ടും. പിന്നെ മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് മതി. ഇതുപോലെ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുത്താൽ കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. പിന്നെ ആ മണ്ണും അതുപോലെ ഈ ഉണങ്ങിയ കരിയിലൊക്കെ പൊടിഞ്ഞ് അത് നല്ലൊരു വളക്കൂറുള്ള മണ്ണായി മാറും. പിന്നെ നമുക്ക് ഈ ഗ്രോ ബാഗ് ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല. ചാക്കായാലും ഗ്രോ ബാഗായാലും ഇതുപോലെ കരിയില നിറച്ചാൽ ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിയില നിറച്ചു. ഇനി അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് നല്ലൊരു വളമാണിത് ചെടികൾക്ക്. കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് മുളകിനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. അതിലോട്ട് മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റും മണ്ണും ചാണകപ്പൊടിയും കൂടി കൂട്ടി റെഡിയാക്കി വെച്ച പൊട്ടി മിക്സാണ് കേട്ടത്. അപ്പോൾ അത് അത്യാവശ്യം പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെടി വളർന്ന് വരുന്നതിനനുസരിച്ച് ഇതിലോട്ട് വീണ്ടും വളവും മണ്ണും ഇട്ട് കൊടുക്കുക. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് മുളകിൻ്റെ തൈയാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത വീട്ടിലുള്ള ഒരാൾ തന്നാണ് കേട്ടോ 2-3 മുളകിൻ്റെ തൈകൾ, പച്ചമുളകിൻ്റെ തൈയാണ്. അപ്പോൾ ഇതാ 2 വെച്ച് ഞാൻ ഇതിലോട്ട് നട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നട്ട് കൊടുത്ത് നമുക്ക് നനച്ച് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത് വെയിലത്ത് കൊണ്ടുപോയി വെക്കരുത്. വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് ഇതിനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഗ്രോ ബാഗ് ഇല്ല എന്ന് വെച്ച് ആരും കൃഷി ചെയ്യാതിരിക്കരുത്. ഇതുപോലുള്ള അരിച്ചാക്ക്, സിമൻറ്റിൻ്റെ ചാക്ക്, അതുപോലെ നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, അതിലൊക്കെ കൃഷി ചെയ്യുന്ന ഒത്തിരി നല്ലതാണ്. തക്കാളിയൊക്കെ അതിൽ കൃഷി ചെയ്തിരുന്നു. നല്ല രീതിയിൽ തന്നെ എനിക്ക് അതിൽ നിന്നൊക്കെ വിളവും കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം. ഗ്രോ ബാഗ് ഇല്ല എന്ന് വെച്ച് ആരും കൃഷി ചെയ്യാതിരിക്കരുത്. ഇതുപോലെ ചാക്കുകളൊക്കെ നമ്മൾ അടുത്ത വീടുകളിലൊക്കെ വീട് പണിക്കൊക്കെ സിമൻറ്റൊക്കെ കൊണ്ടുവരുന്ന ചാക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ അത് എടുത്ത് കൊടുന്ന് എന്നിട്ട് സിമൻറ്റൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ഉണങ്ങിയ കരിയിലയും മണ്ണൊക്കെ നിറച്ച് പച്ചക്കറിയുടെ തൈകൾ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ വെള്ളം പോകാനുള്ള ഹോളൊക്കെ ഇട്ട് കൊടുത്തു. ഇത് ഞാൻ ഇവിടെ പറമ്പിലാണ് കേട്ടോ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. ഇത് മുമ്പ് ഞാൻ ടെറസിൽ ചാക്കിൽ നട്ട് കൊടുത്ത എൻ്റെ മുളകിൻ്റെ തൈകളാണ്. നല്ല രീതിയിൽ തന്നെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതലും ഉണങ്ങിയ കരിയിലകളായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത്. മണ്ണിൻ്റെ അളവ് വളരെ കുറവായിരുന്നു. ഇഷ്ടം പോലെ മുളക് എനിക്ക് അതിൽ നിന്ന് വിളവ് കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഗ്രോ ബാഗ് ഇല്ല എന്ന് വെച്ച് ആരും കൃഷി ചെയ്യാതിരിക്കരുത്. നമ്മൾ അടുത്തുള്ള വീട് പണിയൊക്കെ നടക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇതുപോലെ സിമൻറ്റിൻ്റെ ചാക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അവിടെ നിന്നൊക്കെ അത്
കൊണ്ടുവന്ന് അതിലോട്ട് ഇതുപോലെ മണ്ണൊക്കെ നിറച്ച് നട്ടു കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതായ പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം.